ശരി, എന്തായാലും നേമത്തേക്കും ചാത്തന്നൂരിലേക്കുമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു? മണലൂരിലേക്ക് കൂടി നോക്കുന്നു, അവിടെയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടി എൻ പ്രതാപനെ പോലുള്ള തൃശ്ശൂരിലെ ഏറ്റവും ശക്തനായ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ വിജയിച്ചിരിക്കുന്നു. CPM-ന്റെ മുഖത്തേറ്റ അടി എന്ന് പറയേണ്ടി വരും. വളരെ വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായ ഒരു വിജയം എന്ന് പറയേണ്ടി വരും. വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ വിജയിച്ചിരിക്കുന്നു. പാർട്ടിക്കെതിരെ കലാപമുയർത്തി UDF-ന്റെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച വി കുഞ്ഞികൃഷ്ണൻ അവിടെ വിജയിച്ചിരിക്കുന്നു എന്നാണ്. 7487 വോട്ടിന്റെ വളരെ കൺവിൻസിംഗ് ആയ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. CPIM-ന്റെ ഉരുക്കുകോട്ടയായ പയ്യന്നൂരിൽ TI മസൂദിനെ പരാജയപ്പെടുത്തുക, ഇറങ്ങി വന്ന വരവ് തെറ്റായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് എന്താണ് ആ ഇറങ്ങി വരവ് സാർത്ഥകമായി. ശരിയാണ് ബിജീഷ്, ഈ വിജയത്തിന്റെ വിശദാംശങ്ങൾ. ഇതിനകത്ത് ഇപ്പോൾ 14 റൗണ്ട് വോട്ടുകളും എണ്ണിക്കഴിഞ്ഞ ഘട്ടത്തിലാണ് 7487 കുഞ്ഞികൃഷ്ണൻ വിജയിച്ചിരിക്കുന്നത്. പയ്യന്നൂരിൽ അട്ടിമറി നടന്നിരിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ എഴുതിയ പുസ്തകം നേതൃത്വത്തെ അണികൾ തിരുത്തുമെന്ന പുസ്തകം യാഥാർത്ഥ്യമായിരിക്കുന്നു. നേതൃത്വം അണികളെ വെല്ലുവിളിച്ചുകൊണ്ട് നിർത്തിയ TI മധുസൂദൻ എന്ന് പറയുന്ന സിറ്റിംഗ് MLA 7487 വോട്ടിനാണ് കുഞ്ഞികൃഷ്ണൻ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 76,640 വോട്ട് വി കുഞ്ഞികൃഷ്ണൻ, 69,153 വോട്ട് മാത്രം TI മധുസൂദന് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പയ്യന്നൂരിലെ വോട്ട് നില മാറി. കഴിഞ്ഞ തവണ 40,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് TI മധുസൂദനം വിജയിച്ച മണ്ഡലത്തിലാണ് ഇത്തവണ 7443 വോട്ടിന് വി കുഞ്ഞികൃഷ്ണൻ വിജയിച്ചിരിക്കുന്നത്. അത് CPM-ന്റെ നേതൃത്വത്തെ ഫണ്ട് വിവാദത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ നേതാവ് കൂടിയാണ് വി കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ വോട്ട് എണ്ണി തീരുമ്പോൾ 7447 വോട്ടിന് പയ്യന്നൂരിൽ മണ്ഡലം പിടിച്ചിരിക്കുകയാണ്. ആ മണ്ഡലത്തിലെ നിങ്ങളുടെ ജില്ലയിലെ മറ്റു പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കൂടി പറയും. മട്ടന്നൂരിന്റെ അവസ്ഥ എന്താണിപ്പോ? നിഷാദ്, മട്ടന്നൂരിൽ LDF മുന്നോട്ട് പോകുന്നത് തുടരുന്നുണ്ട്. തളിപ്പറമ്പാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള മേഖല. തളിപ്പറമ്പ് നഗരസഭ എണ്ണിക്കഴിഞ്ഞു. ആന്തൂരിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ TK ഗോവിന്ദനും അവിടെ മുന്നോട്ട് പോവുകയാണ്. TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം ഇപ്പോൾ 18,628 വോട്ടാണ്. അതായത് കഴിഞ്ഞ തവണ MV ഗോവിന്ദന് ലഭിച്ച ഭൂരിപക്ഷം 23,000-ൽ പരം വോട്ടാണ്. അതിനടുത്തേക്ക് TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. തളിപ്പറമ്പിൽ ഇനി ആന്തൂരുണ്ട്. ആന്തൂര് കഴിഞ്ഞാൽ മയ്യിലും മലപ്പട്ടവും, അത് കഴിഞ്ഞ് കുറ്റ്യാട്ടൂരും, പിന്നെ കൊളച്ചേരി UDF-ന്റെ മേഖലയാണ്. UDF-ന്റെ ശക്തി കേന്ദ്രമാണ്. ഒപ്പം മലപ്പട്ടം TK ഗോവിന്ദന്റെ ജന്മനാടാണ്. അതേതായാലും തളിപ്പറമ്പിലും സാഹചര്യങ്ങൾ പയ്യന്നൂരിന് സമാനമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. മറ്റൊന്ന് കല്യാശ്ശേരിയാണ്. കല്യാശ്ശേരിയിൽ എം വിജയൻ രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. കൂത്തുപറമ്പിലും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നുണ്ട്. കൂത്തുപറമ്പിൽ LDF-ന്റെ ഭൂരിപക്ഷം 9,000-ലേക്ക് താഴ്ന്നിരിക്കുന്നു. ഇനി വരാനുള്ളത് തൃപ്പങ്ങോട്ടൂർ, അതുപോലെ പാനൂർ ഉൾപ്പെടെയുള്ള UDF മേഖലകളാണ്. അവിടെ ശരിക്കും പയ്യന്നൂരിൽ സംഭവിച്ചത് എന്തായിരിക്കും? അതായത് പുറമേ വരാത്ത ആ അണികളുടെ രോഷം ഉള്ളിൽ നിന്ന് ഇപ്പോ ഈ വോട്ടിലൂടെ പുറത്തു വന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? കൃത്യമായിട്ടും പ്രമോദ്, അതുതന്നെയാണ് പയ്യന്നൂരിൽ പാർട്ടി കേന്ദ്രങ്ങളെന്ന് നമ്മൾ കരുതിയിരുന്ന, അല്ലെങ്കിൽ പൊതുവെ കരുതപ്പെട്ടിരുന്ന കരുവള്ളൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാർട്ടിക്ക് കൃത്യമായി അടിതെറ്റി CPM-ന്റെ അണികൾ വ്യാപകമായി മാറ്റിക്കുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അതുതന്നെയാണ് TI മധുസൂദന്റെ നില ഇത്ര വഷളാക്കിയത്. ആദ്യഘട്ടത്തിൽ കരുവള്ളൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചെറിയ തരത്തിലുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പയ്യന്നൂർ നഗരസഭയിലേക്ക് എത്തുന്ന, അതായത് TI മധുസൂദന്റെ പ്രവർത്തന കേന്ദ്രമായിട്ടുള്ള പയ്യന്നൂർ നഗരസഭയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ഭൂരിപക്ഷം പിടിച്ചു. ആ ഭൂരിപക്ഷം ഇപ്പോൾ അദ്ദേഹത്തെ 7487 പറയുന്ന മാജിക് നമ്പറിൽ വിജയിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം തന്നെ വിജയിക്കും എന്ന പ്രതീക്ഷയിലല്ല, അല്ലെങ്കിൽ ഞാൻ വിജയിക്കാൻ വേണ്ടിയല്ല, ഞാൻ വിജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നം അവതരിപ്പിക്കുന്നു ജനങ്ങൾക്ക് മുന്നിൽ എന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു പക്ഷേ ആ വിജയം അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പാർട്ടി അണികൾ അത് ഏറ്റെടുത്തു. 7487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പയ്യന്നൂരിലും ജയിക്കുക എന്ന് വെച്ചാൽ പാർട്ടി വോട്ട് ചെയ്തിട്ടാണ്. പാർട്ടിക്കാർ അത് ആർക്കെതിരെ? ഇദ്ദേഹം തന്നെ ഫണ്ട് അഴിമതി ആരോപിച്ച വ്യക്തിയെ തന്നെയാണ് തോൽപ്പിക്കുന്നത്. കൃത്യമായി ഉന്നയിച്ച ആ വിഷയം ശരിയാണ് എന്ന് പാർട്ടി നേതൃത്വത്തിന്റെ മുഖത്ത് നോക്കി. അത് വിശദീകരണം അല്ല, MV ഗോവിന്ദൻ തൊട്ട് ഇങ്ങോട്ട് എല്ലാ നേതാക്കളുടെയും മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് പയ്യന്നൂർ. ശരി, അതപ്പോ MV ഗോവിന്ദനും KK രാഗേഷും
സാക്ഷാൽ എം സ്വരാജും വിശദീകരിച്ച ഫണ്ട് വിശദീകരണം ജനത്തിന് അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ദഹിച്ചിട്ടില്ല. അവരത് വിശ്വസിക്കുന്നില്ല. ആ ഫണ്ടിൽ തട്ടിപ്പ് നടന്നു എന്ന് വിശ്വസിക്കുന്നവർ എന്ന് മാത്രമല്ല കേട്ടോ, പയ്യന്നൂരിൽ മാത്രമല്ല സംസ്ഥാനത്ത് എല്ലായിടത്തും പാർട്ടിയെ ഈ വിധത്തിൽ തോൽപ്പിക്കുന്നതിൽ ലെഫ്റ്റ് സിമ്പതൈസേഴ്സിന്റെ CPIM-കാരുടെ പങ്കാളിത്തമുണ്ട് എന്ന് പയ്യന്നൂരിൽ തളിപ്പറമ്പിൽ അമ്പലപ്പുഴയിൽ അല്ലെ ഈ 3 മണ്ഡലങ്ങൾ മതി. അവർ ഭരണം കിട്ടിയില്ലെങ്കിലും ജയിച്ചു വരാൻ ആഗ്രഹിച്ച 3 മണ്ഡലങ്ങളാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അത് അവിടെ 3ഇടത്തും അവർ പരാജയപ്പെടുന്നു എന്ന് വരുന്നത് പാർട്ടിയുടെ അടിത്തറയിൽ സംഭവിച്ചിട്ടുള്ള വലിയ ചേണിങ്ങിന്റെ ഒരു സൂചനയായിട്ട് സർക്കാരിനേക്കാൾ വലുതാണ് പാർട്ടിയും പാർട്ടി മൂല്യങ്ങളെന്ന് വിചാരിക്കുന്ന മനുഷ്യർ ചെയ്ത വോട്ടിന്റെ ഫലം കൂടിയാണ്. എക്സാക്ട്ലി. കാരണം ഉന്നയിച്ച വിഷയത്തിൽ കാമ്പുണ്ട്, അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പാർട്ടി അണികൾ നേതൃത്വത്തെ തിരുത്തുന്നു എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തെ അച്ചട്ടാക്കി മാറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം പയ്യന്നൂരിൽ വന്നിരിക്കുന്നു എന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ജനം കൊടുക്കുന്ന നോക്കൂ, ധർമ്മടത്തെ ജനങ്ങൾ നിങ്ങൾക്ക് പിണറായി വിജയന്റെ അഡ്മിനിസ്ട്രേഷനെ തിരുത്താൻ പറ്റുന്നില്ല, ഞങ്ങളിതാ ഒരു മെസ്സേജ് തരുന്നു എന്നാണ് 6 റൗണ്ടിൽ പിണറായി വിജയനെ പിന്നിലാക്കിയത്. ആ ധൈര്യം പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ഉണ്ടായില്ല. നിങ്ങൾക്ക് തിരുത്താൻ കഴിയുമായിരുന്നു. അപ്പൊ സർക്കാരിനെ സംരക്ഷിക്കൽ മാത്രമായി ഒരു ദൗത്യമാക്കിയെടുക്കുക, പാർട്ടി വാല്യൂസിൽ കോംപ്രമൈസ് ചെയ്യുക. ഏത് കളിയും കളിക്കാം, ഗവൺമെന്റിനെ നിലനിർത്താൻ എന്നാണെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതു രാഷ്ട്രീയം പറയാൻ പറ്റുമോ? അതിനപ്പുറം കടന്നാൽ തോൽപ്പിക്കുമെന്ന് ജനം പറയുന്നതിന്റെ കാഴ്ച ഇതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കൺസോൾട്ടേഷൻ അല്ല, ആകെ ഒരു കൺസോൾട്ടേഷൻ. അതെ, നമ്മൾ നിരന്തരം പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ, അതായത് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി ഈ പാർട്ടി എന്നതും ഈ മുന്നണി എന്നതും ഈ ഗവൺമെന്റ് എന്നതും. അതിന് തുല്യമായ രീതിയിൽ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വളർന്നു വന്ന അസംതൃപ്തിയും ചോദ്യം ചെയ്യലുകളുമാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കണം നിഷാദ്. അതായത് കേവലമായ മറ്റെന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മാത്രമല്ല, പാർട്ടിക്കുള്ളിലെ ഇന്റേണൽ ഫാക്ടേഴ്സ് കൂടിയാണ് ഈ തകർച്ചയ്ക്ക് കാരണം. 100 സീറ്റിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ശരിയായ ഇടതുപക്ഷക്കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, കാരണം ഈ പാർട്ടി നിലനിൽക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഈ പാർട്ടി അപകടം പിടിച്ച കളികൾ കളിക്കുകയാണ്, അധികാരം നിലനിർത്താൻ ഏക കേന്ദ്രീകൃതമാകുന്നു, ഒരു നേതാവിനെ മാത്രമായി പ്രദർശിപ്പിക്കുന്നു, ആ നേതാവിനെ മാത്രമായി സെല്ലിംഗ് പോയിന്റ് ആക്കുന്നു, ആ നേതാവിന്റെ ഭരണകൂടത്തിന്റെ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടി അപകടം പിടിച്ച എഞ്ചിനീയറിംഗ് എടുക്കുന്നു, വിദ്വേഷ നാവുകളെ പിന്തുണയ്ക്കുന്ന നിലയെടുക്കുന്നു. എന്നിട്ടും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് കൂടി അതിനൊരു കറക്ഷൻ മെക്കാനിസം എടുക്കാൻ പാർട്ടിക്ക് പറ്റിയിട്ടില്ല.